രാജ്യസഭയിൽ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. കേരളത്തിൽ 3 സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. ജൂലൈ 1-ന് ഇളമരം കരീം, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരുടെ കാലാവധി പൂർത്തിയാകുകയാണ്. എന്തായാലും സമഗ്ര വിവരങ്ങൾ നൽകാൻ നിർബൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. നിർബൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. ഈ രാജ്യസഭയിലേക്ക് ഒഴിവ് വരുന്ന സീറ്റുകൾ ഏതൊക്കെയാണ്? അതിന്റെ വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് പറഞ്ഞിരുന്നു അവരുടെ ഒഴിവ് വരുന്ന സീറ്റ് മുസ്ലിം ലീഗിന് നൽകും എന്നൊക്കെ പറഞ്ഞൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഏതൊക്കെ സീറ്റുകളാണ് ഒഴിവ് വരുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? എങ്ങനെയാണ് അഞ്ജന? രാവിലെ തന്നെ ദില്ലിയാണ് രാജ്യ തലസ്ഥാനമായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. രാജ്യത്ത് പുതിയൊരു ഭരണം വരുന്നു, അത് സംബന്ധിച്ച മുന്നണി സംബന്ധിച്ച തീരുമാനങ്ങൾ, ആരായിരിക്കും സർക്കാർ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ദില്ലിയിൽ നിന്ന് വന്നത്. അതോടൊപ്പം തന്നെ രാജ്യസഭ സീറ്റ് സംബന്ധിച്ച വാർത്തയാണ് നമുക്ക് രണ്ടാമത് പറയാനുള്ളത്. രാജ്യസഭയിൽ 3 ഒഴിവുകളാണ് കേരളത്തിൽ നിന്ന് വരുന്നത്. നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ ഇളമരം കരീമുണ്ട്, ജോസ് കെ മാണിയുടെ ഒരു സീറ്റ് വരുന്നുണ്ട്, CPIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം, അങ്ങനെ 3 സീറ്റാണ് വരുന്നത്. അതിൽ 3-ൽ ഇന്ന് വിജ്ഞാപനം ഔദ്യോഗികമായി ഇന്ന് രാജ്യസഭാ സീറ്റിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്നു മുതൽ പത്രിക സമർപ്പിക്കാനുള്ള തീയതിയുണ്ട്. ജൂൺ മാസം 25-നാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. ജൂലൈ 1-നാണ് 3 പേരുടെയും കാലാവധി പൂർത്തിയാകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഈ പത്രിക സമർപ്പിക്കുന്നത് സംബന്ധിച്ച ഇന്നു മുതൽ ആരംഭിക്കും. ജൂൺ 13-ന് നാമനിർദ്ദേശങ്ങളുടെ സൂക്ഷ്മ പരിശോധന നടത്തും. ജൂൺ 14-നാണ് ഈ പത്രിക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ 13-നാണ്. നാമനിർദ്ദേശങ്ങളുടെ സൂക്ഷ്മ പരിശോധന ജൂൺ 14-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ മാസം 18-നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 25-നാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. 3 ഒഴിവുകളാണ്. സ്വാഭാവികമായും ഇപ്പോഴത്തെ നിയമസഭയിലെ അംഗബലം അനുസരിച്ച് 99 സീറ്റുകളുടെ പിന്തുണയാണ് ഇടതുമുന്നണിക്കുള്ളത്. ബാക്കി സീറ്റുകൾ UDFനാണുള്ളത്. 1-ാം വോട്ട് അങ്ങനെയാണ് അതിൻ്റെ ക്രമീകരിക്കുന്നത്. ഒന്നാമത്തെ പേര് 3 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ 1-ാമത് പിന്തുണയ്ക്കുന്നയാൾ ഫസ്റ്റ് വോട്ട്, സെക്കൻഡ് വോട്ട് അങ്ങനെയാണ് വരിക. അതുകൊണ്ട് 2 സീറ്റ് ഇടതുപക്ഷത്തിന് വിജയിപ്പിക്കാൻ കഴിയും. 1 സീറ്റിൽ UDFന് നിലവിലുള്ള അംഗസംഖ്യ അനുസരിച്ച് 1 സീറ്റ് UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയും. പക്ഷേ 3 സീറ്റിലും UDF സ്ഥാനാർത്ഥിയെ നിർത്തും. പക്ഷേ 1-ാം വോട്ട് ചെയ്യുന്നയാളായിരിക്കും വിജയിക്കുക. അതുകൊണ്ട് നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗ് 3-ാമത്തെ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. അത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചില്ല എങ്കിൽ ആ സീറ്റ് അവർക്ക് നൽകണം, അല്ലെങ്കിൽ വടകരയോ കണ്ണൂരോ നൽകണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. അവരുടെ ക്ലെയിം വസ്തുതാപരമാണ്, അവർക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന കാര്യം കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളും അംഗീകരിച്ചിരുന്നു. ഇതിൻ്റെ കൂടി സാഹചര്യം കണക്കിലെടുത്താണ് 3-ാമത്തെ സീറ്റ് ലീഗിന് നൽകുക. ലീഗ് ആരെയാണ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. പക്ഷേ ഔദ്യോഗികമായി UDFൻ്റെ ഏകോപന സമിതി യോഗമുണ്ട്. കാര്യങ്ങളിലേക്ക് ഔദ്യോഗികമായ പ്രഖ്യാപനം ഇനിയാണ് വരേണ്ടത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് അവകാശപ്പെട്ട ഒരു സീറ്റായിരുന്നു. ആ സീറ്റ് വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിനുള്ളിൽ ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യമാണ് വസ്തുത. കാരണം KPCC അധ്യക്ഷ പദവി ഒഴിഞ്ഞ താൽക്കാലിക അധ്യക്ഷന ചുമതല നൽകിയിരുന്ന MM ഹസന് രാജ്യസഭയിലേക്ക് പരിഗണിക്കണമെന്നതായിരുന്നു കോൺഗ്രസ് നേരത്തെ എടുത്തിരുന്ന തീരുമാനം. ഒപ്പം തന്നെ LDF ഇടതുപക്ഷ സഹയാത്രികനായി കോൺഗ്രസ് വിട്ടു വന്ന ചെറിയാൻ ഫിലിപ്പ് UDFലേക്ക് പോയത് തന്നെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ചെറിയാൻ ഫിലിപ്പ് UDFലേക്ക് പോയപ്പോൾ തന്നെ അധികം അടുത്ത് വരുന്ന ഒഴിവ് ചെറിയാൻ ഫിലിപ്പിനെ പരിഗണിക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു. അത് ഈ അവസരവും അദ്ദേഹത്തിന് നഷ്ടമാകുന്നുണ്ട്. കാരണം ലീഗുമായി ബന്ധപ്പെട്ട ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അനൗദ്യോഗികമായി ഉറപ്പ് നൽകിയിട്ടില്ല എങ്കിലും ലീഗിനാണ് ആ സീറ്റ് എന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം CPMനും CPIക്കും ആണ് പ്രധാനപ്പെട്ട ഈ 2 ഒഴിവുകളിൽ പരിഗണിക്കുക എന്നതാണ്. അതാണ് നേരത്തെയുള്ള മാനദണ്ഡം. പക്ഷേ ഘടകകക്ഷികളായിട്ടുള്ള ജോസ് കെ മാണി വിഭാഗവും മാണി കോൺഗ്രസ് വിഭാഗവും മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ അവകാശവാദങ്ങൾ ഉന്നയിക്കും എന്ന വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഏത് കക്ഷിക്കും ഘടകകക്ഷികൾക്കും ഒഴിവ് വരുന്ന സീറ്റ് സംബന്ധിച്ച് അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ LDF പാർട്ടിയും അതാത് പാർട്ടികളും ഒപ്പം തന്നെ LDF കൂട്ടായും തീരുമാനമെടുക്കും. കൂട്ടായി ചർച്ച ചെയ്തായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇപ്പോഴുള്ള സ്ഥിതി അനുസരിച്ചിട്ട് CPMും CPIയുടെയും 2 സ്ഥാനാർത്ഥികളായിരിക്കും മത്സരിക്കുക. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ LDFൻ്റെ യോഗത്തിൽ ഇടതുമുന്നണി യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയും ചെയ്യും.
നിലവിൽ വരുന്ന 3 സീറ്റുകളിൽ രണ്ടെണ്ണം LDFും 1 സീറ്റ് UDFുമാണ് വിജയിക്കുക. അഞ്ജന.